Hello guys, welcome to my YouTube channel. I hope you're all doing well. So നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണുമ്പോഴേ അറിയാം ഞാൻ ന്യൂയോർക്കിലാണ്. സോ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ ഞങ്ങൾ കാനഡയിൽ പോവാണ്. ഞാൻ പപ്പ മമ്മി ചേച്ചി അച്ചാച്ചനും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാറുണ്ട്. സോ ഞാനിപ്പോൾ എന്തായാലും ന്യൂയോർക്കിലാണ്. സോ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് കുറച്ച് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണ് കണ്ടപ്പോഴേ അറിയാം ഉറങ്ങിയിട്ടിരിക്കുവാണ് വണ്ടിയിൽ കിടന്ന്. ഇപ്പം എത്ര സമയം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 3:23 ആണ് സമയം. അപ്പം അപ്പം ഞാൻ ചുമ്മാ എല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനിയും 5 hours 17 minutes കൂടെ ബാക്കിയുണ്ട് അവിടെ എത്താൻ. അങ്ങനെ അച്ചാച്ചൻ ഡ്രൈവർ പൊസിഷനിൽ നിന്ന് മാറി ചേച്ചിയായി. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വിൻഡ് മില്ലാണ് കണ്ടത്. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇത്രയും വലിയ മുട്ടനാന്ന് അറിഞ്ഞത് തന്നെ. നമ്മൾ ഈ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല ഇത്രയും സൈസ് ഉണ്ടെന്ന്. പക്ഷെ അടുത്ത് കണ്ടപ്പോൾ എന്തൊരു ഭംഗി. ആൻഡ് ഇനിയും 3 hours 29 minutes കൂടെ ഉണ്ട് ബാക്കി. അങ്ങനെ ഗൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കാനഡ എന്നുള്ള ബോർഡ്. അപ്പം നല്ല ലൈനുണ്ട്. അപ്പം ആദ്യം കറൻസി എക്സ്ചേഞ്ച് ലൈനിലാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയി അവർ എല്ലാം ചെക്ക് ചെയ്യുന്നതും എല്ലാം. സോ ഇച്ചിരി ദിവസത്തേക്ക് നമുക്ക് അമേരിക്കയോട് ബൈ ബൈ പറയാം. അങ്ങനെ ഗൈസ് ഇനിയും സെക്യൂരിറ്റി ചെക്കാണ്. സോ നമ്മൾ അവരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാണിക്കണം. ആൻഡ് അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം തിരിച്ച്. അങ്ങനെ കാനഡയുടെ അകത്ത് വന്ന് ഞാനിങ്ങനെ കാഴ്ചഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ അമേരിക്കയുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ടോൾ ബിൽഡിങ്സും സെയിം വൈബ് തന്നെ. ഹലോ ഗായ്സ്, സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുവാണ്. ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് CN Tower ആണ്. സോ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വണ്ടി പോയി പാർക്ക് ചെയ്തു. അതിനൊരു ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയി കഴിച്ചു. സോ അപ്പം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതാണ് എൻ്റെ സറൗണ്ടിങ്. സോ ഇവിടെ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തു. ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. സോ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ടയേർഡാണ്. അപ്പം ഗായ്സ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം CN Tower. ഭയങ്കര ഹൈറ്റാണ്. ആൻഡ് ഇതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ അവരങ്ങോട്ടാണ് ചൂണ്ടുന്നത്. അവിടുത്തെ 3-4 മനുഷ്യന്മാരെ കണ്ടില്ലേ, അവരങ്ങോട്ടാണ് ചൂണ്ടുന്നത്. സോ ഭയങ്കര പൊക്കമാണ്. എനിക്കറിയത്തില്ല. എനിക്ക് മിക്കവാറും വണ്ടിക്ക് കയറുമ്പോൾ തരാറുമായിരിക്കും. ബട്ട് അങ്ങനെ ഞങ്ങളിനിയും കയറാൻ പോവാണ് ഇതിൻ്റെ അകത്തോട്ട്. എന്നെ കാണുമ്പോഴേ അറിയാം ഐ ലുക്ക് സോ ടയർഡ്. ഞാൻ നല്ല ടയർഡാണ്. ഞാൻ വണ്ടി കിടന്ന് ഒത്തിരി നേരം ഉറങ്ങി. ബട്ട് സ്റ്റിൽ ഐ ആം ഡെഡ്. ഐ ആം സോ ടയർഡ്. സോ നമുക്ക് എന്തായാലും പോവാം അകത്തോട്ട്. അപ്പം ഞാനിങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് ട്രെയിൻ കാണാൻ പറ്റി. അപ്പം നമ്മുടെ ഈ ഫിലാഡൽഫിയയിൽ ഇത്രയും ലോങ് ട്രെയിൻ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കാനഡ വന്നപ്പോഴാണ് ഇതുപോലത്തെ ഒരു ലോങ് ട്രെയിൻ കണ്ടത്. നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അങ്ങനെ ഗൈസ് ഞങ്ങൾ കയറാൻ പോവാണ്. ഞങ്ങൾ എവിടെ എത്തിയിരിക്കുവാണ്. ഐ എം സോ എക്സൈറ്റഡ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ മീ ദേർ, ബട്ട് സോ നമുക്ക് എന്തായാലും ഇനിയും പോയി ടിക്കറ്റ്സ് എടുക്കണം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ ലൈൻ നിൽക്കാൻ പോവാണ്. ലൈൻ കണ്ടു, ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 10 മണിക്കാണ് തുടങ്ങുന്നത്. ആൻഡ് ഇപ്പം 10:23 ആയി. അപ്പം തന്നെ ലൈന് കണ്ടോ, ഇറ്റ്സ് ലൈക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ. സോ ഇനി ഈ ലൈനൊക്കെ നിന്ന് വേണം ഞങ്ങൾ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. സോ ആദ്യം ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈൻ പോയി നിൽക്കേണ്ടത്. ഇപ്പം ചേച്ചി അച്ഛനും ടിക്കറ്റ്സ് പോയി എടുക്കാൻ വേണ്ടി നിൽക്കുക. ആ സമയത്ത് ഞാനും പപ്പയും മമ്മിയും ലൈനിൽ വന്ന് നിന്നു. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാമല്ലോ. കാരണം ടിക്കറ്റ്സ് എടുക്കാനും അത്യാവശ്യം ലൈനുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾ എവിടെ കണ്ട ഒരു കാഴ്ച കണ്ടോ, ഇവിടുത്തെ സ്കൂൾ കണ്ടോ, ബ്ലാക്കാണ്. Hey, I'm not trying to be racist. There are more. Yeah. In the more? അവിടെ സൈഡിലുണ്ട്. Yeah. So അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ന്യൂ ആയിട്ട്. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ അകത്ത് കയറിയേക്കുവാണ്. സോ ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ അകത്തോട്ട് വിടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. ഇപ്പോൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്.
ആണ് ഇതിൻ്റെ ആഘോഷം. നമുക്കിപ്പം സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും CN ടവർ എങ്ങനെ ബിൽഡ് ചെയ്ത് എടുത്തേക്കുന്നതെന്ന്. സോ അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വായിച്ചാൽ മതി, എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഹിസ്റ്ററിയൊക്കെ വായിച്ചു. അപ്പം ഈ 1960s ടൊറോണ്ടോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്തത്. അപ്പോൾ ഒത്തിരി ഹൈ റൈസ് ബിൽഡിങ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ അതൊരു പ്രോബ്ലം വരുത്തി. ഈ റേഡിയോയും TV സിഗ്നൽസും ഒന്നും ആൾക്കാരെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ബിൽഡിങ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അവർ കനേഡിയൻ നാഷണൽ റെയിൽവേ കമ്പനി ഡിസൈഡ് ചെയ്തത് ഒരു സൂപ്പർ ടോൾ ടവർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഓവർ 1500 വർക്കേഴ്സും മോർ ദാൻ 3 yearsും എടുത്തു ഈ ഒരു ടവർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോ ഫാസ്റ്റായിട്ട് എലിവേറ്റർ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. സോ ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവർ നമ്മളോട് ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട് ഈ ടവറിൻ്റെ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് കയറിയേക്കുവാണ്. അപ്പോൾ ഈ CN ടവർ എന്ന് പറയുന്നത് മാർച്ച് 1975 ഒക്കെ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഡണ്ണായി. അപ്പോഴാണ് ജയൻറ്റ് ഹെലികോപ്റ്റർ ഓൾഗ എന്ന് പറയുന്ന ഒരു ജയൻറ്റ് ഹെലികോപ്റ്റർ വന്നിട്ട് ഫൈനൽ ആൻറ്റിന പീസസ് പ്ലേസ് ചെയ്തത്. 39 പീസസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ടവർ ഒഫീഷ്യലി ഫിനിഷ്ഡ് ആയത്. April 2nd, 1975 ആണ്. പിന്നെ it was open to the public a year later on June 26, 1976. അപ്പം 553 meters tall ആണ്. അപ്പം അത് നമ്മൾ കൂട്ടുമ്പോൾ 1815 feet ആണ്. And it was the tallest freestanding structure in the world until Dubai's Burj Khalifa വരുന്നവരെ. 2025 ആയിട്ടും CN ടവർ ഇസ് സ്റ്റിൽ സൂപ്പർ ഇമ്പോർട്ടൻറ്റ്, കാരണം ടൊറോണ്ടോയിൽ മെയിൻ ഹബ്ബാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻസിന്. സോ ഇറ്റ് ഹെൽപ്സ് ഓവർ 17 Canadian TV and radio stations broadcast their signals. അപ്പം മോർ ദാൻ 500 people ഇവിടെ ജോലി ചെയ്യാറുണ്ട് ത്രൂ ഔട്ട് ദ ഇയർ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാലോ ഇത് മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം ഓവർ 2 million വിസിറ്റേഴ്സാണ് എവറി ഇയർ വരുന്നത് ലൈക്ക് ഈ CN ടവർ കാണാൻ വേണ്ടി. നമുക്കിപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും കാണാം. ഇനിയും നമ്മളുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, ഇങ്ങനെ താഴെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്ക് പേടിയുള്ളതൊക്കെ ഇച്ചിരി പാടായിരിക്കും, കാരണം ഇത് താഴത്തെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഡ്ജ് വാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അത്രയും ധൈര്യമില്ല. സോ നമുക്കിങ്ങനെ കണ്ടാൽ മതി. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ ഗിഫ്റ്റ് ഷോപ്പുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാൻ പറ്റും. സോ ഇവിടെ ഒത്തിരി ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോകുന്നു. പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. സോ ഈ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. സോ കണ്ടോ ഇങ്ങനെ മാഗ്നറ്റും എല്ലാ സംഭവവും ഉണ്ട്. ഇതിനൊക്കെ 799 ആണ് പ്ലസ് ടാക്സ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേക്കുവാണ്. ഇനി നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാണ്. സോ അപ്പം അത് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അഡിയോസ്.